Good evening, everyone, and very warm welcome to this exclusive webinar. I'm Mabel Rose Matthew. I will be hosting today's session. ഓസ്ട്രേലിയയിൽ എങ്ങനെ രജിസ്റ്റേർഡ് ഡെന്റിസ്റ്റ് ആകാം? ഓസ്ട്രേലിയയിൽ എങ്ങനെ പെർമനന്റ് റെസിഡന്റായി മൈഗ്രേറ്റ് ചെയ്യാം? ഈ പ്രോസസ്സിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും മാര രജിസ്റ്റേർഡ് കൺസൾട്ടൻസി ആയ അക്കാഡിയ ഇന്റർനാഷണൽ ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഡെന്റൽ പ്രൊഫഷണൽസിന് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവുന്നത്? രജിസ്റ്റേർഡ് ഡെന്റിസ്റ്റായി ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രൊഫഷണൽ ഗ്രോത്തിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം ബെറ്റർ ലൈഫ് സ്റ്റൈൽ, അട്രാക്റ്റീവ് സാലറിയും വർക്ക് ലൈഫ് ബാലൻസും ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സെഷൻ വാല്യുബിൾ ഇൻസൈറ്റ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ADC registered and well experienced doctors presented are. So first of all, I would like to invite Dr. Jacob Kuruvilla, professor at Mar Berzelius Dental College, and he has 21 years of teaching experience. Welcome you, doctor. Next, I would like to welcome Dr. Elto Verkey, assistant professor at Mar Berzelius Dental College. He has 10 years of teaching experience. Welcome you, doctor. നിങ്ങളുടെ രജിസ്ട്രേഷൻ മുതൽ പെർമനന്റ് റെസിഡൻസി വരെ എൻറ്റയർ പ്രോസസ്സിൽ എക്സാം പ്രിപ്പറേഷൻ, ഡോക്യുമെന്റ് സബ്മിഷൻ, ലാംഗ്വേജ് കോച്ചിങ്, വിസിറ്റ് വിസ സർവീസസ്, ജോബ് അസിസ്റ്റൻസ് അപ് ടു ലാൻഡിംഗ് സർവീസസ് വരെ മാര രജിസ്റ്റേർഡ് കൺസൾട്ടൻസിയായ അക്കാഡിയ ഇന്റർനാഷണൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ ഡെന്റൽ ക്വാളിഫിക്കേഷൻ എങ്ങനെ സ്കിൽ മൈഗ്രേഷൻ പാത്വേയിലേക്ക് ലീഡ് ചെയ്യാമെന്ന് ബ്രീഫായി പറഞ്ഞു തരാൻ ഐ ഇൻവൈറ്റ് അപർണ, സീനിയർ കൺസൾട്ടന്റ് അറ്റ് അക്കാഡിയ ഇന്റർനാഷണൽ. Over to you, Aparna. Good evening, everyone. എൻ്റെ പേര് അപർണ എന്നാണ്. ഞാൻ അക്കാഡിയ ഇന്റർനാഷണലിലെ മൈഗ്രേഷൻ കൺസൾട്ടന്റ് ആണ്. സോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് ഒരു ഡെന്റിസ്റ്റിന് ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്യാനും അതുപോലെ ജോലി ചെയ്യാനും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് ബേസിക്കലി ഒരു ഡെന്റിസ്റ്റിന് ഓസ്ട്രേലിയയിൽ പോയി വർക്ക് ചെയ്യാനും ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടതാണ് ഒരു ഡെന്റൽ പ്രാക്ടീഷണർ അസസ്മെന്റ്. അതിനുശേഷം പെർമനന്റ് റെസിഡൻസി സർവീസ്. ഈ രണ്ട് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻറ്റയർ പ്രോസസ്സിലും നമ്മുടെ മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള അക്കാഡിയ ഇന്റർനാഷണൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതിന്റെ പ്രോസസ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിലിന്റെ ഒരു രജിസ്ട്രേഷൻ ആണ്. സോ ഇതിൽ ഈ ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിൽ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് വഴി നമ്മൾ ഗോ ത്രൂ ചെയ്യണം ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് എ ലൈസൻസ് രജിസ്ട്രേഷൻ. അതിനുശേഷം നമുക്ക് ആഫ്ര എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ എടുക്കണം. സോ ദിസ് ഇസ് ബേസിക്കലി ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി ആണ്. ഇവരുടെ ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ നമുക്ക് എടുക്കണം. അത് ഓൾമോസ്റ്റ് എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസിനും തന്നെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണ്. അതിനുശേഷം തേർഡ് വൺ ഇസ് സ്കിൽ അസസ്മെന്റ്. സോ ഇവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വീണ്ടും വരുന്നത്. അതിനുശേഷം പെർമനന്റ് റെസിഡൻസിയുടെ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും.
അപ്പോൾ ഇതിൽ നമുക്ക് ഡെന്റൽ പ്രാക്ടീഷണർ അസസ്മെന്റിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക്കലി ADC രജിസ്ട്രേഷനും അതോടൊപ്പം ആഫ്ര രജിസ്ട്രേഷനുമാണ്. ഇതിൽ ADC രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ടാവും, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സോ അതിനുശേഷമാണ് ആഫ്ര രജിസ്ട്രേഷൻ വരുന്നത്. സോ ഇതിൽ ADC രജിസ്ട്രേഷന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് 3 സ്റ്റെപ്സ് പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇനീഷ്യൽ അസസ്മെന്റിൽ ബേസിക്കലി നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സബ്മിഷൻ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. സോ ഇതിനെ ഇവർ പറയുന്ന ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 4 ഇയർ ഫുൾ ടൈം ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 7 ഇയേഴ്സോളം ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയി നമുക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടിയ ശേഷം നമുക്ക് റിട്ടൺ എക്സാമിലേക്ക് കടക്കാൻ പറ്റും. സോ റിട്ടൺ എക്സാമിൽ നമുക്ക് ഒരു 5 ഇയേഴ്സ് ആണ് അതിന്റെ ഒരു ഔട്ട്കമിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു എക്സാം മെയിൻലി ഒക്ടോബറിലും ഏപ്രിലിലും മാത്രമാണ് നടത്തുന്നത്. ആൻഡ് ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 മാസം മുന്നേ തന്നെ ഡേറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് ഈ ഒരു എക്സാം നമുക്ക് ഇന്ത്യയിൽ ആകെ 4 സെന്റേഴ്സിലാണ് നടത്തുന്നത്: കർണാടക, ഡൽഹി, ചെന്നൈ ആൻഡ് ഹൈദരാബാദ്. ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പാസ്സായിരുന്നാൽ നെക്സ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷന് നമുക്ക് ജാനുവരി, മെയ്, ഓഗസ്റ്റ് എന്നീ 3 മാസങ്ങളിലാണ് നടത്തുന്നത്. ആൻഡ് ഇത് മെൽബണിലാണ്, ഓസ്ട്രേലിയയിൽ തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയിലേക്ക് ആപ്ലിക്കൻസ് പോയിട്ടാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യേണ്ടത്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു ഒരു പ്രോസസ്സാണ്. ഇനി ഇതിനുശേഷം ഈ ഒരു കംപ്ലീറ്റ് ADC രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ആഫ്ര രജിസ്ട്രേഷൻ. സോ ഈ ഒരു രജിസ്ട്രേഷൻ ബേസിക്കലി ആഫ്ര പോർട്ടൽ വഴിയുള്ള ജനറൽ രജിസ്ട്രേഷൻ ആണ്. സോ ADC എക്സാമിനേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ. ആൻഡ് ഇതിനോടൊപ്പം ആഫ്രയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാൻഡേറ്ററി ആയിട്ട് അവർ കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യണം. ആൻഡ് ഓൾസോ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ് ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഡെന്റൽ പ്രാക്ടീഷണർ അസസ്മെന്റ് എന്നുള്ള ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലേക്ക് പോകാൻ പറ്റും. പെർമനന്റ് റെസിഡൻസിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്കിൽ അസസ്മെന്റ്. സോ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം തരും. ഈ ഒരു ഔട്ട്കമിന് ഓൾമോസ്റ്റ് 2 ഇയേഴ്സോളം വാലിഡിറ്റി വരുന്നുണ്ട്. ഈ ഒരു ഔട്ട്കം കിട്ടിയ ശേഷം നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യുന്നത്. സോ ഇതിന്റെയും വാലിഡിറ്റി 2 ഇയേഴ്സ് ആണ്. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള ഒരു റെസ്പോൺസ് ആണ്. സോ ദാറ്റ് ഈസ് ഇൻവിറ്റേഷൻ. സോ ഇൻവിറ്റേഷൻ നമുക്ക് വന്ന ഒരു 60 ഡേയ്സിനുള്ളിൽ തന്നെ വിസ സബ്മിഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ഗ്രാൻഡ് ആയി കിട്ടും. സോ ഈ കംപ്ലീറ്റ് പ്രോസസ്സും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് ഡെന്റിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് ഇപ്പൊ എനിക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എടാ വെൽക്കം. താങ്ക് യു അപർണ. സോ ADC രജിസ്ട്രേഷനെ പറ്റിയും എക്സാമിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഇൻവൈറ്റ് ഡോക്ടർ ജേക്കബ് കുരുവിള. ഓവർ ടു യു സർ. Thank you, Aparna and admin. Thank you for the invitation. Am I audible? Am I audible, please? Yes, sir. All right. നമ്മളിവിടെ നമ്മുടെ ഈ ഒരു പ്രസന്റേഷനിൽ എത്ര പേരുണ്ട് ആസ്പിറൻസ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ പോകാനായിട്ട് താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കുറച്ച് പേരുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാനൊരു ചെറിയ പ്രസന്റേഷൻ ചെയ്തു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് എനിവേ അപർണ ഹാസ് ഓൾറെഡി ഷെയർഡ് almost everything. I'll just brief my this thing. Basically, യൂഷ്വലി ഞങ്ങള് ഇത് പല കൺട്രിയിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സാധാരണ. We will limit to Australian Dental Council registration.
എക്സാമിനേഷൻ പാറ്റേൺ ആണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് I'll just try to, because ഈ കണ്ടന്റ് ഹൗ ഇറ്റ് ഹസ് കം. ഇപ്പൊ എല്ലാവരും നമ്മളാരും അത്ര ഒരു ഓസ്ട്രേലിയൻ എക്സാം എഴുതി ഇത് ചെയ്തതല്ല. ഞങ്ങൾ ഒരു 20 years ആയിട്ട് നമ്മൾ ഈ ടീച്ചിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഡെന്റിസ്ട്രിയിലുള്ള. അപ്പം എനിക്ക് നമ്മുടെ കുറെ അലുമിനൈസ്, നമ്മുടെ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവർ എക്സാം ക്ലിയർ ചെയ്ത് PR എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഇൻപുട്ടും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എവറിഥിങ് ക്യാൻ ബി നമ്മുടെ സൈറ്റിലുണ്ട്, ഈ ഓസ്ട്രേലിയൻ ADCയുടെ സൈറ്റിൽ ഓൾ ദ ഡീറ്റെയിൽസ് അതെ. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് എവറി ഇയർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ those who are migrating to Germany, those who are migrating to Australia, those who are planning to go to Canada, those who are in UK, അങ്ങനെ പല രാജ്യങ്ങളിലോട്ട് അവിടുത്തെ എന്തൊക്കെയാണ്, what are the requirements എന്ന് പറഞ്ഞാൽ. So I have taken an abstract about all those presentation exclusively for Australian Dental Council. Okay, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? ഓഡിബിളും ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് റേസ് ചെയ്തു. അപ്പൊ ഇപ്പം അപർണ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൂ. നമുക്ക് എന്താണ് നമ്മളിപ്പോ അവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ അവിടുത്തെ എക്സ്പാർട്ടിയൻസ്, നമ്മൾ അവിടുത്തെ ഒരു എന്താ പറയുക സിറ്റിസൺ അല്ല. സോ അപ്പം ഒന്നെങ്കിൽ നമ്മൾ അവിടെ പഠിക്കണം, ഡെന്റിസ്ട്രി പഠിക്കണം. നമുക്കതില്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്രൂവ്ഡ് ക്വാളിഫിക്കേഷൻസ്. അവിടെ പഠിച്ചവർക്കെല്ലാം അവിടുത്തെ കൗൺസിൽ അപ്രൂവ്ഡ് ക്വാളിഫിക്കേഷൻ ആണ്. അല്ലെ പിന്നെ രണ്ടാമത്തെ എന്താണ്, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയും. സോ അവർ കുറെ കൺട്രിയിലുള്ള ഡെന്റിസ്ട്രി പഠിച്ചവര് അവർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്, especially when you pass from New Zealand, it is they will approve it automatically. You can approve it as that is what my knowledge is. എനിക്ക് തോന്നുന്നു കനേഡിയൻ ഡെന്റിസ്ട്രിയും ഒക്കെ അമേരിക്കയുടെ DDS കഴിഞ്ഞാലും ഓസ്ട്രേലിയ പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ കാറ്റഗറി. ആൻഡ് പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും പെടാത്തതുകൊണ്ട് എന്താണ്, ദേ നീഡ് ടു, ഇഫ് യു വാണ്ട് ടു പ്രാക്ടീസ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ഓസ്ട്രേലിയ, ദേ നീഡ് ടു ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ്. അതാണ് ഇപ്പം പറഞ്ഞ ഈ അസസ്മെന്റ് ആണ്. അത് ബേസിക്കലി അസസ്മെന്റ്, അതിന് പല സ്റ്റെപ്പുകളുണ്ട്. അതിന്റെ ഒരു ഫോർമൽ സീക്വൻസിയൽ സ്റ്റെപ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പൊ നമ്മളെ ഒരു ഇന്ത്യയിൽ നിന്ന് പോകുന്നതോ അല്ലെങ്കിൽ അവർ നമ്മുടെ ഇക്വലൻസി ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഏത് രാജ്യത്ത് ചെന്നാലും we need to sit in for an assessment. എന്താണ് അസസ്മെന്റ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നോളജ് അവരത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഫ്രഷ് ഔട്ട് ഡെന്റൽ ഗ്രാജുവേറ്റ്സിന് ഈക്വലന്റ് ആക്കാനുള്ള ഒരു അസസ്മെന്റ് ആണ്. അല്ലാതെ അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റിന് ചിലപ്പോൾ നോളജ് കൂടുതലായിരിക്കും നമ്മളെക്കാളും. പക്ഷെ നിങ്ങളെ പോലുള്ള ഗ്രാജുവേറ്റ് ഡെന്റിസ്ട്രിയുടെ ബേസിക് നോളജ് ആണ് അവർ അസസ് ചെയ്യുന്നത്. അതാണ് ഈ ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നാഷണൽ ഓസ്ട്രേലിയൻ ഡെന്റൽ ബോർഡ് ഈ ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദർ ഇസ് എ കൗൺസിൽ എപ്പോഴും നമ്മളിപ്പോ കേൾക്കുന്ന വേർഡാണ് ഓസ്ട്രേലിയൻ ADC എന്ന് വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിൽ, വിച്ച് ഹാസ് ബീൻ ഓതറൈസ്ഡ് ബൈ ദിസ് നാഷണൽ ബോർഡ് ഓഫ് Australia, National Dental Australian Board. Then they have this association is what they are running this program of alternative assessment. Okay. ചാറ്റ് ബോക്സിൽ എന്തോ വന്നിട്ടുണ്ട്. എന്റെ ഓഡിബിലിറ്റി ആണോ? ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞത് 3 പ്രോസസ്സാണ് ഇത്, 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇത്. ഇതിന് ഫസ്റ്റ് നമുക്കൊരു ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ട്, രണ്ടാമത്തെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്, മൂന്നാമത്തെ പ്രാക്ടിക്കൽ അസസ്മെന്റ് ഉണ്ട്. അപ്പം ഇനീഷ്യൽ അസസ്മെന്റ് ഓൾറെഡി വി നീഡ് ടു, ഇപ്പൊ പറഞ്ഞ അക്കാഡമിയ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമുക്ക് ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി നമ്മളെ സഹായിക്കേണ്ടത് അവരാണ്. ബിക്കോസ് അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ്. യു നീഡ് ടു ക്യാച്ച് വിത്ത് സം പേഴ്സൺസ്. അപ്പൊ അതാണ് ആ ഇനീഷ്യൽ. എനിവേ വിൽ ജസ്റ്റ് ടച്ച് അപ്പ് വാട്ട് ഈസ് ഇനീഷ്യൽ അസസ്മെന്റ് കാര്യങ്ങള്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഡെന്റിസ്റ്റിന് വേണ്ടിയുണ്ട്, ഡെന്റൽ ഹൈജീനിസ്റ്റിന് വേണ്ടിയുണ്ട്, തെറാപ്പിസ്റ്റിന് വേണ്ടിയുണ്ട്, പല ക്വാളിഫൈഡ് ഡെന്റലുമായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാം എന്താ പറയുക എക്സാമിനേഷന്റെ പാറ്റേൺ ഡിഫറൻസ്. സോ വി വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഫോർ ഡെന്റിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. So they are just trying to check whether you are eligible for this. Adana to complete the dental practitioner's assessment.
അതായത് നമ്മൾ അസസ്മെന്റ് പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു നമ്മുടെ ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ ആണ് ഇതിന് നമ്മളിവിടെ പറഞ്ഞ ഡേറ്റ ഫ്ലോ എന്നൊക്കെ പറയും. അതാണ് ഈ സാധനം. അപ്പം അത് ഒരു ഓൺലൈൻ പ്രോഗ്രാം ആണ്. ഓൺലൈനിൽ ചെയ്യും. അതാണ് യൂഷ്വലി നമ്മൾ ഇതിൻ്റെ അകത്ത് പോകുന്ന ആസ് എൻ ആസ്പിറന്റ്. ഐ ഡോണ്ട് തിങ്ക് സോ യു ക്യാൻ ജമ്പ് ഇറ്റ്. ഇത് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഇപ്പം എന്താ പറഞ്ഞ ഈ പറഞ്ഞ അക്കാഡിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അവരായിരിക്കും. only thing is they will ask for this all those documents and you pay a fees, but the cost for this around എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, somewhere around 50,000 or 38,000 rupees will come exclusively for Australia. ഓസ്ട്രേലിയക്ക് കൊടുക്കും. ഓസ്ട്രേലിയൻ ഈ ADC കണക്റ്റിന് വേണ്ടിയുള്ള ഫീസ് ആണിത്. പക്ഷെ then you may need to add up their service charge also. So നമ്മൾ വൺസ് നേരത്തെ പറഞ്ഞ പോലെ വൺസ് യു അപ്ലൈ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 8 weeks. അപ്പൊ നമ്മൾ 8 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരും. യൂഷ്വലി അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നാണ് കറന്റ് പാസ്പോർട്ട്, റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, എവിഡൻസ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം, ജനറൽ ക്വാളിഫിക്കേഷൻ, യുവർ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്. അത് നമ്മുടെ KUHSC എന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, ഇന്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ്, എവിഡൻസ് ഓഫ് രജിസ്ട്രേഷൻ ലൈസൻസി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഗുഡ് certificate. And provided what ഞങ്ങൾ ഈ സ്റ്റുഡൻസിന് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ I'll say that if you have any because I am also a dentist, you are also a dentist, and she is also a dentist, he is also there's a lot of dentists. അപ്പൊ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? സോ അവരിവിടെ നോക്കുന്നതിന്റെ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു വേറൊരാളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു തരത്തിൽ മുൻപിൽ നിൽക്കുന്നത്? നമ്മൾ എന്തെങ്കിലും അവിടെയൊക്കെ ഈ എന്താ പറഞ്ഞ ഈ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് വിൽ ഏർജ് വാട്ട് ഈസ് യുവർ സർവീസ് ഇൻ കമ്മ്യൂണിറ്റി. നമ്മൾ ഈ ഡെന്റിസ്ട്രി ആയിട്ട് കമ്മ്യൂണിറ്റി സർവീസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ എക്സ്ട്രാ ഓർഡിനറി വർക്ക് ഇൻ റിസർച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തങ്ങനെ ചെയ്താലും അതൊക്കെ എടുത്ത് വെക്കുക. സോ വി ക്യാൻ യു ക്യാൻ ഫയൽ ഇറ്റ് വിത്ത് ദിസ് ഡേറ്റ ഫ്ലോ. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇനീഷ്യൽ അസസ്മെന്റ് ക്ലിയർ ആകാനായിട്ടുള്ള ചാൻസ്. പക്ഷെ യൂഷ്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഗ്രാജുവേറ്റ്സിനൊക്കെ ഈ ഇതൊക്കെ വരുമ്പോൾ അവരത് അപ്രൂവ് ചെയ്യും. സോ വൺസ് യു പാസ് ദിസ് ഇനീഷ്യൽ അസസ്മെന്റ് യു നീഡ് ടു അപ്ലൈ ഫോർ ദ റിട്ടൺ എക്സാം. This is so your first stage is over. All of you are clear, no? First stage നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ second പ്രോസസ്സിലോട്ട് പോവാണ്. റിട്ടേൺ, as I told, there are 3 processes, 3 സ്റ്റെപ്പ് ആണുള്ളത്. ഒന്ന് ഇനീഷ്യൽ അസസ്മെന്റ്, അത് യൂഷ്വലി ഡേറ്റ ഫ്ലോ ആണ്. സെക്കൻഡ് ഈസ് യുവർ റിട്ടേൺ എക്സാം, ആൻഡ് തേർഡ് ഈസ് യുവർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അപ്പം റിട്ടേൺ എക്സാമിനേഷന് നമ്മൾ അവിടെ പറയുന്ന അസസ്മെന്റ് എന്താണ്? ആദ്യം നിങ്ങളുടെ അവര് ടു സിറ്റ് ഫോർ ദ റിട്ടേൺ എക്സാം, ഓഫ് കോഴ്സ് യു നീഡ് ടു ഹാവ് എ വാലിഡ് ഇനീഷ്യൽ. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ അസസ്മെന്റ് എല്ലാം നമ്മൾ കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ യുവർ റിട്ടേൺ എക്സാം എന്നാണ് നെക്സ്റ്റ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു എക്സാമിനേഷന്റെ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ഈ എക്സാമിനേഷൻ ഇത് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഒരു പിയേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഇവര് എന്താണ് ADC ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് പിയേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ ഏജൻസി. അപ്പൊ അവരാണ് എക്സാമിനേഷൻ സെന്റർ. നമ്മളിവിടെ ഉണ്ടല്ലോ ഈ ഡാറ്റയുടെ ഒക്കെ സെന്റേഴ്സ് ഉണ്ട്, നമ്മളിപ്പോ എക്സാം എഴുതുന്ന സെന്റേഴ്സ്. അതുപോലെ തന്നെ പിയേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഏജൻസിക്കാണ് ഈ ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്സാമിനേഷൻ പ്ലേസ് പല കൺട്രീസിലും ഉണ്ട്. അതായത് റിട്ടേൺ എക്സാമിനേഷൻ പല കൺട്രിയിലുണ്ട്. അതുകൊണ്ട് ഈ പിയേഴ്സൺ ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആപ്ലിക്കേഷൻ, നമ്മുടെ ഇനീഷ്യൽ അസസ്മെന്റിന്റെ അവരെ പറയും ഇനീഷ്യൽ അസസ്മെന്റ് നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റും ബാക്കി എല്ലാം വെച്ചിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നേരെ നമ്മുടെ മെയിലിലോട്ട് ഒരു പിയേഴ്സൺ വ്യൂവിന്റെ ലിങ്ക് തരും. അതുവഴി നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് യു നീഡ് ടു ബുക്ക് ഫോർ യുവർ എക്സാമിനേഷൻ വെന്യൂ. അപ്പൊ ഇതിനൊരു ടൈം ഉണ്ട്. യൂഷ്വലി ഇയർലി 2 ടൈംസ് ആണ്. ഞാൻ ഈ ലാസ്റ്റ് 2026 അപ്പം ഇനീഷ്യൽ അസസ്മെന്റ് നമ്മൾ 12th ഒക്ടോബറോടെയാണ് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ എക്സാമിന്റെ ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 9 മുതൽ 9 to 16 ഡിസംബർ 2025 യൂഷ്വലി എക്സാമിനേഷൻ വരുന്നത്, നേരത്തെ പറഞ്ഞു, റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് മാർച്ച് മാസങ്ങളിലായിരിക്കും. വെനസ്ഡേ 11th and 12th ഈ വർഷത്തെയാണ്. അത് എല്ലാ വർഷവും ഈ മാർച്ച് മാസമായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ഫേസ്, അല്ലെങ്കിൽ ഇത് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയും വരാനുള്ളത് സെപ്റ്റംബർ മാസങ്ങളിൽ ഒരു റിട്ടേൺ എക്സാം കൂടെ വരുന്നുണ്ട്. പക്ഷെ ഉള്ള പ്രശ്നം എന്താണ്? നമ്മൾ അതിനു മുമ്പേ നമ്മുടെ ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ 12th ഏപ്രിലെങ്കിലും. അപ്പം ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നത് മെയ് ആയി, മാർച്ച്, ഏപ്രിൽ,
May ആയി. അപ്പൊ ഈ വർഷം ഇനിയിപ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ വർഷം കൊടുക്കാൻ. സോ ഇഫ് യു ആർ പ്ലാനിങ് യു ഷുഡ് സ്റ്റാർട്ട് ദ പ്രോസസ് ആൻഡ് അറ്റ്ലീസ്റ്റ് ബൈ എന്താ പറഞ്ഞ 2027 വേണ്ടിയുള്ളത് നമ്മൾ ഒക്ടോബർ മാസമെങ്കിലും നമ്മുടെ ഇനീഷ്യൽ അസസ്മെന്റിനുള്ള ഡെഡ് ലൈൻ. അപ്പൊ നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ ഇനീഷ്യൽ അസസ്മെന്റിനുള്ള പ്രോസസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തു ഇവിടെ എവിടെയൊക്കെയുണ്ട് സെന്റർ. നമുക്ക് 9 സെന്റർ 10 സെന്റർ ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, പിന്നെ ആന്ധ്ര, പിന്നെ കുറച്ച് നോർത്തേൺ സ്റ്റേറ്റിലുണ്ട്. ഏകദേശം ഒരു 9 സെന്റേഴ്സോളം ഉണ്ട് നമുക്ക് റിട്ടേൺ എക്സാമിനേഷൻ എഴുതാനുള്ള സെന്റർ. ഇനി എന്താണ് റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത്? അപ്പം ഈ ഒരു സൈറ്റ് ഞാൻ എന്റെ ഇതിലൂടെ ഷെയർ ചെയ്തേക്കാം. എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദിസ് PDF. എന്നെ ലിങ്കും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെന്താണ് നമ്മളെ അസസ് ചെയ്യുന്നത്? റിട്ടേൺ എക്സാമിനേഷൻ എന്താണ് അസസ് ചെയ്യുന്നത്? ദേ ആർ ജസ്റ്റ് അസസിങ് യുവർ നോളജ്. ഒന്ന് നമ്മുടെ നോ എന്ന് പറഞ്ഞിട്ടാണ് KNOW, നോ ആണ് അന്ന്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൗ. അത് അവരുടെ തീം അതാണ്, നോ ഹൗ എന്നുള്ളതാണ്. അപ്പൊ നോ മീൻസ് വാട്ട് ഈസ് യുവർ നോളജ് ഓഫ് സയൻസ് ആൻഡ് പ്രാക്ടീസ് ഇൻ ദ ഇൻഡസ്ട്രി. നമ്മൾ എന്താണ്, നമ്മുടെ ഫണ്ടമെന്റൽ നോളജ് എന്താണ്, നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, നമ്മുടെ അറിവാണ് അവർ നോക്കുന്നത്. സെക്കൻഡ് ഈസ് ഹൗ. വാട്ട് ഈസ് യുവർ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് ആൻഡ് റീസണിങ് സ്കിൽസ് റിലവന്റ് ടു ഡെന്റൽ പ്രാക്ടീസ് ഇൻ ഹോസ്പിറ്റൽ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ എക്സാമിനേഷൻ, അതായത് റിട്ടേൺ എക്സാമിനേഷന്റെ കോർ ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് നോളജും പിന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് ആൻഡ് റീസണിങ് സ്കിൽസ്. അതുകൊണ്ട് അങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് എ കമ്പ്യൂട്ടർ ഡെലിവേർഡ് എക്സാം. 280 MCQ. ഇറ്റ്സ് എ 2-day എക്സാം, 4 പേപ്പേഴ്സ്. 70 ക്വസ്റ്റ്യൻസ് ആണ്. 4 പേപ്പർ ഉണ്ട്, 70 ക്വസ്റ്റ്യൻസ് ഈച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂഷ്വലി അത് മാർച്ച് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലുമാണ് നടക്കുന്നത്. അതിനൊരു ഫീസ് ഉണ്ട്. ഏകദേശം ഇപ്പോഴത്തെ കണ്ടീഷനിൽ 1,23,000 INR ആണ്. ഇറ്റ് ഇസ് കം അറൌണ്ട് 2,122 some AUD, I mean Australian dollars. That we need to check in the website. ഇതെല്ലാം വെബ്സൈറ്റ് തന്നെ കിടപ്പുണ്ട്. എനിക്കിത് അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ് എനിക്ക് ഇത് ഷെയർ ചെയ്തത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും വരുമല്ലോ റിട്ടേൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ഇത് ഇസ് ബേസിക്കലി എ സിനാരിയോ ബേസ്ഡ് ഫോർമാറ്റ്. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? ഒരു സിനാരിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും വിച്ച് ഇസ് റിലവന്റ് ടു ഡെന്റൽ പ്രാക്ടീസ് ഇൻ ഓസ്ട്രേലിയ. ആൻഡ് ദ ക്വസ്റ്റ്യൻസ്, അപ്പൊ ആദ്യം ഇവരൊരു കഥ നമുക്ക് തരും. എന്നിട്ട് ആ കഥയെ ചുറ്റിപ്പറ്റിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചത്. 5 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ചോദിച്ചത്. ഒന്നുകിൽ ഒരു സിനാരിയോ 5 മൾട്ടിപ്പിൾ ചോയ്സ്, നമ്മൾ അതിന് ആൻസർ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സിനാരിയോ 5 മൾട്ടിപ്പിൾ ചോയ്സ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ സിനാരിയോ എന്താണ്? സെക്ഷൻ 1, then there is a section 2, then there is a section. അപ്പൊ നോക്കിക്കേ 70 ക്വസ്റ്റ്യന്റെ 4 സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഏകദേശം 7 × 4 280 ക്വസ്റ്റ്യൻസ് ആണ് ഈ നമ്മൾ ആ 2 ദിവസവും എക്സാമിനേഷൻ. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 2 hours എക്സാം ആയിരിക്കും. എന്താണ് ക്വസ്റ്റ്യന്റെ കൺസ്ട്രക്ട്? എന്താണ് അപ്പം അതിന് പറയുന്ന ക്ലിനിക്കൽ വിഗ്നറ്റ്സ് എന്നാണ്. ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് ഡിസ്ക്രൈബ് ദ റിയലിസ്റ്റിക്കൽ. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഒരു പേഷ്യന്റ് ഏജ് പറയും, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു വാട്ട് ആർ ദ ഫൈൻഡിങ്സ്, സിംറ്റംസ്, റേഡിയോഗ്രാഫ്സ്, ടെസ്റ്റ് റിസൾട്ട്സ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം നിങ്ങൾ. അങ്ങനെ 56 സിനാരിയോ വരും. 56 സിനാരിയോയുടെ അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഓരോ സിനാരിയോ ആണ്. അതിന്റെ 5 ക്വസ്റ്റ്യൻ വരും. അതിൻ്റെ അകത്തൊന്നും നമ്മൾ ചൂസ് ചെയ്യേണ്ട എന്താണ്? സിംഗിൾ ബെസ്റ്റ് ആൻസർ ആണ്. നമുക്കറിയാം 56 സിനാരിയോസ് ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. അവരൊരു പടം, ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിലൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ആൻഡ്രിയ ഇസ് എ 19-year-old student who presents to your practice with a painful partially erupted mandibular third molars. On initial examination, you note that operculum over 248 is swollen and tender. The operculum over 238 has the same appearance. You also note the in the end of the question, Andrea's medical history indicates that she is immunocompromised. ഇത്രയും ഡീറ്റെയിൽസ് അവർ തരുന്നു. പിന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചോദിക്കും. വാട്ട് ഈസ് യുവർ റെക്കമെൻഡേഷൻ ടു ആൻഡ്രിയ ആസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മൗത്ത് വാഷ്? ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് വലിയ സമയം കളയണ്ട. അത് നിങ്ങൾക്ക് ഇത് ഞാൻ സ്ലൈഡ് തരുമ്പോൾ ജസ്റ്റ് ഇത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ADCയുടെ സൈറ്റിൽ കയറുള്ളൂ. ജസ്റ്റ് ടു ഗെറ്റ് ഫ്രം ദ ADC സൈറ്റ്. അപ്പം ഇതാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി ഒരു സിനാരിയോ 5 ക്വസ്റ്റ്യൻ. യു ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഫ്രോം ദിസ്. The day 1 graduate, how you going to assess this? നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. Fortunately,
ഇത് 4 ക്ലസ്റ്റർ, അതായത് ഈ ഡൊമൈനെ അവർ 4 ക്ലസ്റ്ററായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇഫ് യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 3, ക്ലസ്റ്റർ 4 കണ്ടല്ലോ. അപ്പൊ ഈ ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 3, ക്ലസ്റ്റർ 4നെ 5 സബ് ഡൊമൈൻ ആയിട്ട്, ഒന്ന് പ്രൊഫഷണലിസം, ഹെൽത്ത് പ്രൊമോഷൻ, ഇത് രണ്ടും മനസ്സിലായല്ലോ. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ദിസ് വിൽ കണ്ടെയ്ൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ എത്തിക്സ് ആൻഡ് ഈ പ്രൊഫഷണലിസം, എത്തിക്സ്, ഇൻഫോംഡ് കൺസെന്റ്, ആ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത്. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അപ്പം ഇത് 8% ഓഫ് ദ മാർക്ക് ടാർഗറ്റ്, 8% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് പോകും, 12% ഇതിൻ്റെ അകത്ത് പോകും, 20% ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് കൊണ്ട് തന്നെ തീരും. പക്ഷെ നോക്കിയേ 30, 30, 30 3 കാര്യം. ഒന്നെന്താണ്? ക്ലിനിക്കൽ ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹിസ്റ്ററി ടേക്കിംഗ് ആണ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്. അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ക്ലസ്റ്ററാണ്. അത് മെഡിസിൻ വരും, ഓറൽ മെഡിസിൻ വരും, ജനറൽ മെഡിസിൻ വരും. നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് ക്ലിനിക്, അതായിരിക്കും ബേസിക്കലി ആ ഡൊമൈനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ. സെക്കൻഡ് എന്താണ്? യുവർ എബിലിറ്റി ടു ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിങ്. അതാണ് നമ്മൾ നമുക്ക് ഹിസ്റ്ററി എടുത്തു, എല്ലാവരും കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഷ്യന്റെ ഹിസ്റ്ററി എടുക്കുന്നത് നമ്മുടെ എത്രത്തോളം നമ്മൾ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ നോളജ് അതിനകത്ത് എന്താണ്. സെക്കൻഡ് എന്താണ്? ഒരു കേസിനെ ഡയഗ്നോസ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ പ്ലാൻ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി. പിന്നെന്താണ്? ഫോർത്ത്, ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിനെ അതിന്റെ ഇവാലുവേഷൻ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി. പക്ഷെ നോക്കിക്കേ 30 and 30 is always going to this clinical information gathering and diagnosis and management. അങ്ങനെ 5 സബ് ഡൊമൈനിലാണ് ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. അപ്പൊ നമുക്ക് നോക്കി അതിൻ്റെ അകത്ത് ഒന്ന് കാണാം. റെസ്റ്റോറേറ്റീവ് ഡെന്റിസ്ട്രി ഓൾമോസ്റ്റ് 12% ഓഫ് ദ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വിൽ ടേക്കൺ ബൈ റെസ്റ്റോറേറ്റീവ്. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് ഇവിടെ ഒരു മറവ്. റെസ്റ്റോറേറ്റീവ് ഡെന്റിസ്ട്രി ഈസ് ടേക്കിംഗ് 12%. അപ്പൊ അവിടെ നമ്മൾ കീ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്, സ്ട്രെസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇവിടെ 240 സ്കോർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് 40 അൺസ്കോർഡ് ക്വസ്റ്റ്യൻസ് എന്നൊരു സാധനമുണ്ട്. അപ്പൊ എന്താണ് ഈ അൺസ്കോർഡ് ക്വസ്റ്റ്യൻസ്? നിങ്ങൾ ആൻസർ ചെയ്യുകയും ചെയ്യണം, അതിന് മാർക്കും വരത്തില്ല. അത് എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ട്രയൽ ക്വസ്റ്റ്യൻസ്. ഈ എന്താ പറഞ്ഞ ഓസ്ട്രേലിയക്കാരൊക്കെ അവരുടെ ഇത് വളരെ എന്താ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇവർ ഈ 240 ക്വസ്റ്റ്യൻസ് തരും. പക്ഷെ നിങ്ങൾ അറിയാതെ അതിൻ്റെ ഒരു 40 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കിടക്കും. നമ്മളത് ആൻസർ ചെയ്യാൻ, പക്ഷെ അതിന് സ്കോർ ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രയൽ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ആൻസർ എടുത്തുവെച്ചാൽ അവർ നോക്കും അടുത്ത വർഷത്തേക്കുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ആണ് അവർ ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ എത്ര പേര് അത് ആൻസർ ചെയ്യുമെന്നുള്ളത്. അപ്പൊ എന്താണ്? ഓരോ പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ അൺസ്കോർഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വെച്ചത്. ഇനി ഇതിന്റെ പാസ് എങ്ങനെയാണ്? പാസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്? സോ പാസ് എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്ന എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് അവിടുത്തെ ഒരു ഗ്രാജുവേറ്റ് ലെവലിലുള്ള കുട്ടികളെ കൊണ്ട് അവർ പല സ്ഥലത്തും ട്രയൽ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പാസ് പെർസെൻറ്റേജ്, നമുക്ക് അതിന്റെ പാസ് പെർസെൻറ്റേജ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ്, അത് വെച്ചിട്ടാണ് അവർ പാസ് പെർസെൻറ്റേജ് ഇടുന്നത്. ഇഫ് യു ആർ ഗെറ്റിംഗ് എ പാസ് ഗ്രേഡ് ഓഫ് A and B, that means you are passed. That means clinical information gathering A, clinical treatment evaluation plan ഇതിൽ A, diagnosis and management A, പ്രൊഫഷണലിസം ആൻഡ് ഹെൽത്ത് പ്രൊമോഷനിൽ A. ഇത് എല്ലായിടത്തും Aയോ 3 Aയും ഒരു B കിട്ടിയാലും കുഴപ്പമില്ല, വി ആർ പാസ്ഡ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താ പറഞ്ഞ ആകെയുള്ള ഒരു സിനാരിയോ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നമുക്ക് നല്ല തിയറി നമ്മൾ യൂഷ്വലി നമ്മൾ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പഠിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ അകത്ത് PSC ഈ പ്രാവശ്യം കേരള സ്റ്റേറ്റ് PSC എഴുതിയവർ ഒക്കെ കാണും. അതായത് ഒരു എനിക്ക് 30% ഓഫ് ദ ക്വസ്റ്റ്യൻസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പ്രാവശ്യത്തെ നീറ്റ് വാസ് വെരി ടഫ്. നീറ്റ് എക്സാം എഴുതിയവർ കാണുമല്ലോ ഈ കൂട്ടത്തിൽ. അപ്പൊ അവരും പറഞ്ഞത് വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കിക്കേ, ഇപ്പം ഇന്ത്യയും എല്ലാ രാജ്യങ്ങളും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് വരികയാണ്. അവരും ഇന്ത്യയിലെ ക്വസ്റ്റ്യൻസും എല്ലാം ക്ലിനിക്കൽ ബേസ്ഡ് സിനാരിയോയിലോട്ട് വരുവാണ്. ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് ഗുഡ്, ബിക്കോസ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് മോഡൽ യു ക്യാൻ അപ്ലൈ ഇൻ എനി ഓഫ് ദിസ്. നീറ്റിന് അപ്ലൈ ചെയ്യാം, യു ക്യാൻ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദിസ്. എനിവേ, ഇനി പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാമിനും അവർക്കൊരു പ്രാക്ടിക്കൽ ഗൈഡ് തന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് നമുക്ക് ഇഫ് ഐ ഫീൽ അപർണ പറഞ്ഞു ഇനീഷ്യൽ എക്സാം അസസ്മെന്റ് കഴിഞ്ഞ് നമ്മൾ തിയറി എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് 5 വർഷത്തേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 5 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ
രണ്ട് ഡേ ആയിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. ഒന്ന് ക്ലിനിക്കൽ ഡേ, ടെക്നിക്കൽ ഡേ. ക്ലിനിക്കൽ ഡേയിൽ എന്താ നടക്കുന്നത്? ഒരു ഓസ്കീം മോഡലാണ്. 4 സ്കിൽഡ് ഓസ്കീം, 6 കമ്മ്യൂണിക്കേഷൻ ഓസ്കീം. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്നിക്കൽ ഡേയിൽ 3 പ്രിപ്പറേറ്ററി വർക്കും 3 റെസ്റ്റോറേറ്റീവ് വർക്ക്. അതായത് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, മറ്റേത് റിസ്റ്റോർ ചെയ്യുന്നു. അത് 3 6 മറ്റേത് 10 എണ്ണമാണ്. 4 സ്കിൽഡ് ഓസ്കീം, 3 കമ്മ്യൂണിക്കേഷൻ. സ്കിൽഡ് ഓസ്കീം, കമ്മ്യൂണിക്കേഷൻ. എന്താണ് ക്ലിനിക്കൽ ഡേയിൽ നടക്കുന്നത്? നമ്മൾ പറഞ്ഞു 2 ഡേ ആണ് ഈ പ്രാക്ടിക്കലിന് വേണ്ടി നടക്കുന്നത്. അത് ഒന്ന് ക്ലിനിക്കൽ ഡേയും ഒന്ന് ടെക്നിക്കൽ. അപ്പൊ ക്ലിനിക്കൽ ഡേയിൽ നടക്കുന്നത് എന്താണ്? ഒരു സിമുലേറ്റഡ് പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കാം. ടേക്കിംഗ് എ ഹിസ്റ്ററി. ദിസ് ആർ ഓൾ സിനാരിയോസ്. എക്സാമ്പിൾസ് ആണ്. എക്സ്പ്ലെയിനിങ് എ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് പ്ലാൻ ടു എ സിമുലേറ്റർ. ഒരു പേഷ്യന്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും, യു ക്രിയേറ്റ് എ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ്. ഒരാളുടെ റിസ്ക് പ്രൊഫൈൽ അസസ് ചെയ്യാൻ പറയും. കമ്മ്യൂണിക്കേറ്റിംഗ് ഹെൽത്ത് പ്രൊമോഷൻ സ്ട്രാറ്റജി. അവർക്കൊരു ഇരിക്കുന്ന എന്താ പറയുക, ഓരോ ബക്കറ്റ് പോലാണ് നമ്മൾ ഇരിക്കുന്നത്, ഓരോ സ്പേസിലാണ്. അത് അസസ് ചെയ്യാൻ ചിലയിടത്ത് അവരുടെ അസസ്മെന്റ് ആൾക്കാർ കാണും, ചിലയിടത്ത് ഒരു എന്താ പറയുക, സെൻസർ ക്യാമറ മാത്രമേ വെച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ അവിടെ എങ്ങനെയാ ചെയ്യുന്നത് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ ഓസ്കീം, നമ്മുടെ എന്നാ പറഞ്ഞ, നമുക്ക് 2 ഓസ്കീം എന്നാ പറഞ്ഞത്. സ്കിൽഡ് ഓസ്കീം, കമ്മ്യൂണിക്കേഷൻ ഓസ്കീം. ഈ കമ്മ്യൂണിക്കേഷൻ ഓസ്കീന്റെ അടുത്ത് നമുക്ക് ചിലപ്പോൾ ഒരാൾ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വീഡിയോയിൽ നമ്മളെ കാണുമായിരിക്കും. പിന്നെ മെഡിക്കൽ എമർജൻസി എങ്ങനെ മാനേജ് ചെയ്യാം, ഹൗ ടു ടേക്ക് ഒരു ഇൻട്രാവറൽ റേഡിയോഗ്രാഫ്സ്, പിന്നെ ഒരു പാർഷ്യൽ ഡേഞ്ചർ ഡിസൈനിങ്, പ്ലേസിങ് റബ്ബർ ഡാം. ഇതൊക്കെയാണ് ക്ലിനിക്കൽ സിറ്റുവേഷനിൽ ക്ലിനിക്കൽ ഡേയിൽ ചെയ്യുന്നത്. മറ്റേത് എന്താണ്? ടെക്നിക്കൽ ഡേയിൽ ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ ഉണ്ട്, റെസ്റ്റോറേഷൻ ഉണ്ട്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് എ കാരിയസ് ടൂത്ത് ഓർ ടീത്ത്, റെസ്റ്റോറേഷൻ ഓഫ് എ പ്രിപ്പയർഡ് ടൂത്ത് വിത്ത് റെസിൻ കോമ്പോസിറ്റ്, പിന്നെ പ്രിപ്പറേഷൻ ഓർ ടെമ്പറൈസേഷൻ ഓഫ് എ ടൂത്ത് റിസീവ് ഇൻഡയറക്ട് റെസ്റ്റോറേഷൻ ആൻഡ് ഒരു എൻഡോഡോണ്ടിക് പ്രൊസീജർ. അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്ക് വന്ന നമ്മുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പാസ്സായ ഒരു സ്റ്റുഡന്റ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അദ്ദേഹം വലിയ ബ്രൈറ്റ് ഒന്നുമല്ല, യു ഡോണ്ട് നീഡ് ടു വറി. നമ്മൾ കോളേജിൽ ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻസിന് മാത്രമേ, അത് ഈ കുട്ടി വളരെ ബ്രൈറ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാല്, സാറേ പ്രാക്ടിക്കലി എനിക്ക് വലിയ സ്കില്ലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ക്ലിനിക്കലി ആണെങ്കിലും അദ്ദേഹത്തിന് അത്ര വലിയ കോമ്പറ്റന്റ് പേഴ്സൺ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവര് നോക്കുന്നത് നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്നതിന്റെ ഒരു ഭയങ്കര വലിയ റെസ്ട്രേറ്റീവ് ആർട്ടൊന്നുമല്ല, ആർട്ടിസ്റ്റിക് വർക്കൊന്നുമല്ല. ബട്ട് ഹൗ യു ഡു ദിസ്, ഇഫ് യു ഡ്രോപ്പ് ആൻ ഇൻസ്ട്രുമെന്റ്, ഹൗ യു മാനേജ് ഇറ്റ്, ആർ യു ക്രിയേറ്റ്, നമ്മളൊരു ബേസിക് കാര്യങ്ങൾ ആർ യു ഫോളോയിങ് ഇറ്റ്, ആർ യു വെയറിങ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർ യു ടച്ചിങ് ഓൺ യുവർ മൗത്ത് what do you say, mouth mask, are you removing the gloves and throwing it somewhere else? ഇതൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. How you behave and how you practice, are you maintaining the basic ethics of the clinical practice? ഇതൊക്കെയായിരുന്നു ആ കുട്ടി എന്നോട് പറഞ്ഞ. അങ്ങനെയാണ് സാർ, അത്ര വലിയൊരു ഫൺ ഷോട്ടിൽ അദ്ദേഹം ക്ലിയർ ചെയ്തു. എങ്ങനെയോ അദ്ദേഹം ക്ലിയർ ചെയ്തു. നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പോൾ ഒരു 4-5 പേര്, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് 4-5 പേര് ഓരോ ആൾക്കാരും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് നമുക്ക് മെൽബണിൽ നേരത്തെ പറഞ്ഞ പോലെ മെൽബണിൽ പോയി തന്നെ എഴുതേണ്ടി വരും. അറൌണ്ട് 3 lakhs rupees വരും ഇതിന്റെ ഒരു പക്ഷെ വാലിഡിറ്റി ആസ് ഷീ ഹസ് ടോൾഡ്, ഇതിന് വാലിഡിറ്റി ഒന്നുമില്ല. ഇത് ക്ലിയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എന്താ പറഞ്ഞേ, ഇറ്റ് വിൽ നോട്ട് എക്സ്പയർ. ഐ മീൻ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ യുവർ അപ്പാർട്ട്സിന്റെ രജിസ്ട്രേഷൻ എന്ന് മറ്റേ യുവർ സെക്കൻഡ് രജിസ്ട്രേഷന് പോകും. ഓക്കെ, ഇനിയും ഇതിന് നമുക്കൊരു കോച്ചിങ്, നമുക്കപ്പം 2 രീതിയിൽ നമുക്ക് കോച്ചിങ് വേണം. നമ്മുടെ ക്ലിനിക്കൽ, ഫസ്റ്റ് നമുക്ക് ക്ലിനിക്കൽ എക്സാം, നമ്മുടെ റിട്ടേൺ എക്സാമിനേഷൻ വേണം, വിച്ച് ഇസ് എ ക്ലിനിക്കൽ ബേസ്ഡ് സിനാരിയോ ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൻ്റെ അത് കുറച്ച് തിയറി എക്സാം വേണം. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കലിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പ്രിപ്പറേറ്ററി വർക്കും കുറച്ച് റെസ്റ്റോറേറ്റീവ് വർക്കും. അതിന് ഹോം സെറ്റപ്പുകൾ, ഇതൊക്കെ അവിടെ പോയി പഠിച്ചവരുടെയൊക്കെ ഹോം സെറ്റപ്പുകളാണ്. അവരിങ്ങനെ ഒരു സിസ്റ്റം, ഒരു ഇത് മേടിച്ചിട്ട് നേരത്തെ പഠിച്ചവര് അവർക്ക് അടുത്ത ബാച്ച് വരുമ്പോൾ അവർ വിൽക്കും, ഓൺലൈനിൽ വിൽക്കും. അങ്ങനെ നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ വീട്ടില് സെറ്റപ്പ് ആയിരുന്നു. അദ്ദേഹം മെൽബോണിൽ പോയി ഇരുന്ന് 6 മാസം അവിടെ ഇരുന്ന് ചെയ്ത് പാസ്സായി. എനിവേ, ഇത് അദ്ദേഹത്തിന്റെ പാസ് പെർസെന്റേജ് ആയിരുന്നു. അപ്പം ഇതിന്റെ ആകെയുള്ള ഒരു കൺസ്ട്രെയിൻസ്, നമ്മളിപ്പോ എല്ലാം പറയുമ്പോൾ എല്ലാം വളരെ നല്ലതായിട്ട് പറയണ്ട. ഇതിന്റെ കൺസ്ട്രെയിൻസ് ഇത്രേ ഉള്ളൂ. എന്താ പറയുക, ടൈം നമ്മൾ എപ്പോഴും മാനേജ് ചെയ്യണം. ബിക്കോസ് ഈ 2 പ്രാവശ്യമൊക്കെ ഉള്ളു എക്സാം വർഷത്തില്. പിന്നെ കുറച്ച് നമ്മൾ എന്താണ്
കുറച്ച് പൈസയുടെ ഇത് വരും. പക്ഷെ പിന്നെ റൂൾസ് ചേഞ്ച് ചെയ്യും. പക്ഷെ ഈ ഓസ്ട്രേലിയൻ റൂൾസ് യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് മച്ച്. ബിക്കോസ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഓസ്ട്രേലിയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻസ് ഒന്നും ഡെന്റിസ്റ്റ് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ബിക്കോസ് ഓസ്ട്രേലിയ ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് ഈസ് ദയർ. അപ്പം ഓസ്ട്രേലിയ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഡക്ക് ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഒൺലി തിങ് ഈസ് പക്ഷെ ഇനീഷ്യൽ എക്സ്പെൻസ് ഈ പറഞ്ഞ പോലെ ഏജൻസിയും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഇനീഷ്യൽ എക്സ്പെൻസ് ആവുകയാണെങ്കിൽ തന്നെ എന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു അദ്ദേഹം പാസ്സായി രജിസ്റ്റർ ചെയ്തു. അദ്ദേഹം ഓസ്ട്രേലിയ തന്നെ ആയിരുന്നു, ബിക്കോസ് ബ്രദർ ഉണ്ടായിരുന്നു അവിടെ. ഈ ADC വഴി പാസ്സായിട്ട് നാഷണൽ ബോർഡിൽ പോയി രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് കോൾ വന്നു, ഒന്ന് ഒരു സിറ്റി പ്രാക്ടീസ് ചെയ്യാനും ഒന്ന് റൂറൽ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാനും. ആൻഡ് ദ ഓഫർ വാസ് ടു മച്ച്. And she chose purposely to practice in rural area, and she needs to go in the morning session only for 2 days a week. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്നാ സാറേ, ഒരു വർഷം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ മുഴുവൻ തിരിച്ചു, അതും ആഴ്ചയിൽ 2-3 ദിവസം പോയാൽ മതി. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യണേ വർക്ക് ചെയ്യാം. അപ്പൊ ലൈഫ് ഈസ് സെറ്റിൽഡ് വെൻ വൺസ് യു ക്ലിയർ ദിസ് എക്സാം. പക്ഷെ only thing is നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കണം, വളരെ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ഐ മീൻ നമ്മൾ അതിന് പ്രാക്ടിക്കലി നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ്. ഓസ്ട്രേലിയ ഇസ് എ വെരി ഗുഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പല സെന്റേഴ്സ് ഉണ്ട് ഈ എന്താ പറയുക ബേസിക് എക്സാം പഠിപ്പിക്കാനായിട്ടുള്ള. ഒന്ന് ഈ ആഡം എന്ന് പറഞ്ഞ അവര് തന്ന എക്സാം, അതിന് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. ഓൾമോസ്റ്റ് 90,000 rupees ആണ്. ഓസ്ട്രേലിയൻ ലേണിംഗ് ഇസ് പിന്നെ വേറൊന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഓസ്കിയിൽ 1,12,000 rupees. പിന്നെ ഇവിടെ തന്നെ ചണ്ഡീഗറിലുണ്ട് പ്രാക്ടിക്കൽ എക്സാം നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് ചണ്ഡീഗറിൽ ഇതുപോലെ ഇങ്ങനെ മാനിക്വിൻ വെച്ചിട്ട് ഒരു പല സ്ഥലത്തും ചെയ്യുന്നു. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഒരു പ്രോഗ്രാം എന്താണ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴും ഒരു കറന്റ് ഗ്യാപ്പ് എന്താണ്, നമ്മൾ ഈ നീറ്റ് എപ്പോഴും എന്താണ് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ റൂട്ട് ലേണിംഗ് ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ബിക്കോസ് നമ്മളെപ്പോഴും ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകുക, അവർക്ക് അസസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ നോളജ് ആണ്. അപ്പം പക്ഷെ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ബെനിഫിറ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, നീറ്റ് പഠിക്കും പക്ഷെ ഫോറിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ അതിനെ ഒന്ന് ഹൈബ്രിഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ തയ്യാറാകുന്നത്. ഒരു ഫിനിഷിംഗ് കോഴ്സ് പോലെ നമ്മൾ ഒരു 100 സെഷൻ ആണ് നമ്മൾ ബേസിക്കലി എന്താ പറഞ്ഞ ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിലൂടെ ഹൈബ്രിഡ് ആയിട്ട്. സോ വൺസ് വാട്ട് വി ആർ what is our plan is that once you complete this course you will be able to crack, you will be able to eligible to appear for NEET exam. You will get the confidence to appear for NEET, and also you may get the confidence to appear for any of the UK, because അവരുടെ എല്ലാം പലയിടത്തും എക്സാമിന്റെ എന്താ പറയുക ഒരു ഫോർമാറ്റ് മാറുന്നതേ ഉള്ളൂ. പക്ഷേ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ അസസ്മെന്റ് എക്സാംസ് ആർ ക്ലിനിക്കൽ ഓർ സിനാരിയോ ബേസ്ഡ് അസസ്മെന്റ് ഇൻ ഓവർസീസ് രജിസ്ട്രേഷൻ. പക്ഷെ എസ്പെഷ്യലി നീറ്റില് വരുമ്പോൾ തിയറി ബേസ്ഡ് എക്സാം ആണ്. പക്ഷെ നീറ്റ് ഈ വർഷം മുതൽ കുറച്ച് കൂടുതൽ ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് എക്സാം. പക്ഷെ നമ്മളൊരു എൻട്രൻസ് മോഡ്യൂൾ പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിയറി എക്സാം പഠിപ്പിക്കാനായിട്ട് ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസ് നീറ്റ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമ്മളെല്ലാവരെയും പഠിപ്പിക്കാം. പക്ഷേ ഈ ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് MDS തന്നെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് തന്നെ വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അകത്ത് ഓരോ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ നിർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. അപ്പം നിങ്ങൾ പ്ലാൻ ദാറ്റ് ഈസ് മൈ ഫൈനൽ വേർഡ് ഈസ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് തിങ്, യു സ്റ്റാർട്ട് യുവർ ഇനീഷ്യൽ അസസ്മെന്റ് program with your initial assessment ആദ്യം സ്റ്റാർട്ട് ചെയ്യുക വിത്ത് ദിസ് അക്കാഡമി ഏതൊരു എക്സ്പെർട്ട് ഏജൻസി ആയിട്ട്. എസ്പെഷ്യലി ഐ തിങ്ക് ദിസ് ബിക്കോസ് ഈ അക്കാഡമിക്ക് അവർക്ക് തന്നെ രജിസ്ട്രേഷൻ ഉണ്ട് ഈ ഓസ്ട്രേലിയയിൽ. അത് ഉള്ളവരായിരിക്കണം നമുക്ക്. സോ അക്കാഡമി ഈസ് ഹാവിംഗ് ദാറ്റ് രജിസ്ട്രേഷൻ, യു ക്യാൻ സ്റ്റാർട്ട് ദ പ്രോസസ്. സോ വെൻ ഇറ്റ് കംസ് ടു പ്രിപ്പറേഷൻ ഓഫ് യുവർ എക്സാം യു ക്യാൻ join with us, or we will be conducting this program on online. Only thing is we are very strict. You will have to sit and listen to us, because നമുക്ക് എല്ലാവർക്കും ഇത് പാസ് ആവണമെന്നാണല്ലോ ഫൈനലി. ദാറ്റ് ഇസ് വാട്ട് വി ആർ. Okay, I think that is all about this. Hope any doubts, any things you can ask me. ഇതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഐ വിൽ ജസ്റ്റ് റെസ്പോണ്ട്, ഓർ എൽസ് ഐ വിൽ റെസ്പോണ്ട് ടു ദ ടീം ടുമോറോ.
ഗുഡ് ഈവനിങ് ഓൾ. ക്ലയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം ഡോക്ടറുമായിട്ട് അബൌട്ട് ADC. രശ്മി റോസ്. Rashmi, raise the hand. Rashmi, please. Good evening, sir. Yes, Rashmi. Hello, sir. Like I've actually ഞാൻ ഈ പ്രോഗ്രാം ADCയുടെ ഇതിനെ പറ്റിയിട്ട് ഒത്തിരി നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. പക്ഷെ എനിക്കുള്ള മെയിൻ കൺസേൺ എന്ന് പറയുന്നത് പാസ് പെർസെൻറ്റേജ് ഭയങ്കര ലോ ആണ്. പിന്നെ ഡേറ്റ് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി ഇഷ്യൂവും കുറെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഐ മീൻ ഐ ഹാവൻ റിയലി സ്റ്റാർട്ടഡ് വിത്ത് ദി പ്രോഗ്രാം യെറ്റ്, ബട്ട് ദെൻ ഞാനിങ്ങനെ ജസ്റ്റ് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് തിങ് അങ്ങനെയായിരുന്നു. അതായത് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട്, ബട്ട് ദെൻ അതർ ദാൻ ദാറ്റ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ്സ് ഭയങ്കര ലോങ് ആവാം. ആൻഡ് ഓൾസോ എസ്പെഷ്യലി സെക്കൻഡ് എക്സാമിന് ഒരു സ്റ്റേഷൻ പോലും ലോസ് ആയാൽ നമ്മൾ ഫെയിൽ ആവുമല്ലോ. സോ ലൈക്ക് അങ്ങനെ നമ്മൾ ഫെയിൽ ആവും. ആൻഡ് ദെൻ ദേ ഡോണ്ട് ആക്ച്വലി ഗിവ് ദ റീസൺ ആസ് വെൽ. ലൈക്ക് നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് പോലും അവർ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയത്തില്ല. സോ ഇവൻച്വലി അതൊരു ഭയങ്കര ബ്ലൈൻഡ് ഫ്ലോഡിലായിട്ടൊരു പ്രിപ്പറേഷൻ ആയിരിക്കും സെക്കൻഡ് ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒക്കെ ഒരു നെഗറ്റീവ് ഇത് കേട്ടു. ആൻഡ് ദെൻ ഈസ് ദർ എനി ഫാക്ട്സ് regarding to this, I mean, which we can share? ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഒരു ഇതെന്താന്ന് വെച്ചാൽ ഈ എന്താ പറയുക സ്ലോട്ട് കിട്ടാനുള്ള പ്രയാസമാണ്. അതല്ലേ രശ്മി ഏറ്റവും നമ്മുടെ ഒരു പ്രശ്നമല്ലേ സ്ലോട്ട്. സ്ലോട്ട് എന്നാന്ന് വെച്ചാല് യൂഷ്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു KUHS-ലൊക്കെ എക്സാം പാസ് നമ്മുടെ ഈ ഒരു ബാച്ച് ഇറങ്ങുന്ന സമയത്ത്, എനിക്കറിയത്തില്ല നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഇതാണ് സാർ, ഇത് എക്സാം ബാച്ച് ഇറങ്ങുന്ന സമയത്ത് ഇത് ഭയങ്കര ബിസി ആവും. ബിക്കോസ് എസ്പെഷ്യലി ഇന്ത്യൻസ് ഒത്തിരി പേര് ഇപ്പൊ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ അല്ല, കേരളം മാത്രമല്ല, നോർത്തിലൊക്കെ ഇതിന് ശ്രമിക്കുന്നു. ആ സമയത്ത് നല്ല ഇതായിരിക്കും. പിന്നെ സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. ഇവർക്കുള്ള ഏറ്റവും, ഞാനത് പറയാൻ വിട്ടുപോയതാണ്, നമുക്കുള്ള ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചാൽ എങ്ങനെ ഹൗ യു ഫെയിൽ, വാട്ട് ഇസ് ദ റീസൺ ഫോർ യുവർ ഫെയിലർ എന്നുള്ളത് അത് അവർ നമ്മുടെ അടുത്ത് പറയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ആ പാസ് പെർസെൻറ്റേജിനേക്കാളും, പാസ് പെർസെൻറ്റേജ് ഓഫ് കോഴ്സ് കുറവാണ്, നമ്മളിവിടെ CA ഒക്കെ പാസ് ആകുന്ന പോലെയാണ്. പക്ഷെ നമ്മൾ യൂഷ്വലി നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മളൊരു നോമിനൽ, അതായത് നോമിനൽ എന്ന് പറഞ്ഞ ഒരു ബേസിക് എത്തിക് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പാസ്. അതാണ് ഞങ്ങളുടെ 2 സ്റ്റുഡൻസിനോട് ഞാൻ ഇപ്പോഴും പറയും, അവരെന്നോട് ഇത് തന്നെ പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞ ഇഷ്യൂ തന്നെ പറഞ്ഞു, സാറേ ഇത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അവരോട് ചോദിക്കാൻ ഒക്കത്തില്ല വാട്ട്സ് ദ റീസൺ ഐ ഫെയിൽ എന്ന്. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞു ഇവര് ഒരാളെ അടുത്ത് എനിക്കറിയാം, ബിക്കോസ് ഞങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് തന്നെയല്ലേ, അവര് എന്താ പറയുക പ്രാക്ടിക്കലി അല്ലെങ്കിൽ ക്ലിനിക്കലി ഭയങ്കര വൈബ്രന്റ് സ്റ്റുഡൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഉള്ളി തിങ്കീസ് ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന രീതി ദാറ്റ് വാസ് വെരി മോഡസ്റ്റ്. ഐ മീൻ നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് വളരെ നന്നായിട്ട് ചെയ്യും. അതാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത് ബേസിക്കലി. പിന്നെ ഓഫ് കോഴ്സ് ഇതെല്ലാം എന്താ പറഞ്ഞ ഒരു ടോസിംഗ് ആണ് നമുക്ക്. പക്ഷെ വൺസ് യു ക്ലിയർ നോ, ഇറ്റ്സ് എ മണി മൈൽ, അത്രേ ഉള്ളൂ ഞാൻ പറയത്തുള്ളൂ. അവര് ഞാനിന്ന് ശരിക്കും പറഞ്ഞ അവരെ ഒന്ന് വിളിച്ച, അവര് സാറേ എപ്പ വിളിച്ചാൽ മതി ഞങ്ങൾ വരാമെന്ന് വെച്ചാൽ അവർക്ക് റെഡിയാണ്, അവർ ഭയങ്കര ഹാപ്പി ആകട്ടെ. വൺസ് യു ക്ലിയർ ഇറ്റ്. പക്ഷെ ഒത്തിരി നമ്മുടെ ഇന്ത്യൻസ് പാസ്സാകുന്നുണ്ട്. ഇന്ത്യൻസ് പാസ്സാകുന്നില്ലെന്നല്ല, ഇന്ത്യൻസ് ആർ കേപ്പബിൾ. അവര് പറഞ്ഞത് നമ്മൾക്ക് ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരെക്കാളും ഇന്ത്യൻസ് ആർ കേപ്പബിൾ എന്നാണ് അവര് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒത്തിരി പേര് പാസ്സാകുന്നുണ്ട്. ഇല്ല, പിന്നെ നമ്മള് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പറയും, ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, നമ്മള് നമ്മൾ ഈ ഫെയിൽ സക്സസ് മാത്രം നോക്കണ്ട. ഓരോ ചാൻസ് നമ്മൾ പഠിക്കുമ്പോൾ വെൻ യു ലേൺ സംതിങ് നോ. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ് 4 വർഷം നീറ്റ് എക്സാമിന് പഠിച്ചു.
വർഷം നീറ്റ് എക്സാമിന് പഠിച്ചിട്ട് അവൾക്ക് ഗവൺമെന്റ് തന്നെ വേണമായിരുന്നു. 3 ടൈംസ് ഞാൻ ക്ലിനിക്ക് വന്ന് ഞങ്ങളോട് എന്റെ അടുത്ത് എപ്പോഴും വന്ന് പറയും, സാർ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ നീ അപ്പൊ നല്ലപോലെ പഠിച്ചു, അവൾക്ക് ഗവൺമെന്റ് സീറ്റോട്ട് എലിജിബിൾ ആയില്ല. പക്ഷെ ഇത് എന്ത് ചെയ്തു, നേരെ പിന്നെ ബാംഗ്ലൂർ പോയി. അവള് എന്തൊരു ഡേറ്റ ക്യൂറേഷൻ കമ്പനി ജോയിൻ ചെയ്തു, ഇൻഷുറൻസ് ജോയിൻ ചെയ്തു. നൗ ഈസ് ഹോൾഡിംഗ് എന്തുകൊണ്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഡേറ്റ അല്ലായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ ഇവള് പടപടപടാന്ന് കയറിപ്പോയി. എന്തായിരുന്നു അവിടെ ഒരു സക്സസ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഡേറ്റ ആയിരുന്നുകൊണ്ട് അവരുടെ ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് അനാറ്റമിയുടെ ഒക്കെ ഒരു ബേസിക് നോളജ് ഉള്ളവരെയായിരുന്നു അവർക്ക് ആവശ്യം. ഒത്തിരി BDS ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു പരീക്ഷ അവിടെ ആ ഫ്രഷേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ ഈ കുട്ടി വളരെ ഈസി ആയിട്ട് മാനേജർ പോസ്റ്റിലോട്ട് പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം നേരത്തെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര സ്കില്ല് ഡെവലപ്പ് ചെയ്തു. മനസ്സിലായി. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ബയോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് ഫൈനാൻസ് ഇസ് ദ മേജർ തിങ്. ബിക്കോസ് നമ്മൾ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആൻഡ് ദെൻ രജിസ്റ്ററിങ് അതെല്ലാം എക്സ്പെൻസീവ് ആണല്ലോ. ആൻഡ് ദെൻ മൾട്ടിപ്പിൾ ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബീങ് വർക്കിംഗ് ഫ്രം ഹിയർ നമുക്ക് ആ എമൗണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. അതിന് ഞാനൊരു ഇത് പറയാം, അതിനൊരു എസ്കേപ്പ് വേ പറയാം. വാട്ട് യു ഷുഡ് ഡു ഈസ്, ഇപ്പൊ ഇതിനകത്തൊക്കെ ഓൺലൈനിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സുകൾക്കൊക്കെ കയറിയിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മൾ അസസ് ചെയ്യുക. ഈ ഓൺലൈനിലുണ്ട് ഈ ഓസ്ട്രേലിയ അസസ്മെന്റ് കോഴ്സുകളുടെ ഒക്കെ പഴയ പ്രീവിയസ് അല്ലെങ്കിൽ എന്റെ മെയിലിലോട്ടൊക്കെ അയച്ചാൽ മതി, ഞങ്ങൾ അയച്ചു തരാം ക്വസ്റ്റ്യൻസ് ഒക്കെ. അതൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ തന്നെ ഒരു സെൽഫായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. എനിവേ വെദർ ഐ ആം അറ്റ്ലീസ്റ്റ് ഐ ആം റീച്ചിങ് ടു ദാറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. റിട്ടൺ എക്സാം മൈറ്റ് ബി ഈസി ടു ക്രാക്ക്. ഐ മീൻ ഐ എം ലിറ്റിൽ കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. ഞാൻ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഇപ്പം അമേരിക്കൻ ബോർഡ് ലെവലിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം സൗദി ലൈസൻസിങ് എക്സാം ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തത് ഈ പിയേഴ്സൺ വ്യൂവിന്റെ തന്നെ. സോ ഐ എം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. പക്ഷെ ഈ പ്രാക്ടിക്കലിന് വരുമ്പോഴത്തേക്കാണ് ലൈക്ക് ഹൗ എത്രത്തോളം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ഡു ഹാവ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. അപ്പം നമുക്ക് ആ ഒരു കാര്യം വരുന്നതുകൊണ്ട് ഐ എം നോട്ട് കോൺഫിഡന്റ് ഇനഫ് ടു സ്റ്റെപ്പ് ഇൻ ടു. ബിക്കോസ് ഇതെല്ലാം ഫസ്റ്റ് പാർട്ട് ക്ലിയർ ചെയ്താലും സെക്കൻഡ് പാർട്ട് എന്നുള്ള ഒരു കടമ്പ. ആൻഡ് ദെൻ ഗെറ്റിംഗ് എ ഡേറ്റ്, ഹൗ ലേറ്റ് ഇറ്റ് വുഡ് ബി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആ ഒരു സ്ലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇയേഴ്സ് മിസ്സാവോ അങ്ങനത്തെ ഒരു ടെൻഷൻ. പിന്നെ എനിക്ക് ഞാൻ എന്റെ ഒരു ജസ്റ്റ് ഒരു ഗട്ട് ഇത് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ ഫസ്റ്റ് പാർട്ട് എഴുതി കഴിഞ്ഞാൽ ഈസ് ദർ എനി, ഞാൻ അതൊന്ന് വെരിഫൈ ആയിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് ബിക്കോസ് there is a provision that you can go for some registration where you can work as a dental assistant or something. അപ്പൊ നമുക്കൊരു PR കിട്ടി നമുക്ക് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എനി ടൈം, ബിക്കോസ് ഇതൊരു 5 years 6 years ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ വേണമെങ്കിൽ ബിക്കോസ് when you work there and earn there, അതൊരു $3000 that would be a game changer. But in my knowledge, sir, is there any provision for a person from India to get like offshore to get a visa? Like normally നമുക്കിപ്പം ADC യുടെ 2 ലൈസൻസും ക്ലിയർ ചെയ്യാതെ I don't know like if they provide any visa as such, so അങ്ങനെ ഒരു visa opportunity ആണെങ്കിൽ obviously that's a gold mine, I would say. Yeah. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ അക്കാഡമി ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് കോഴ്സ് ഈ ഡേറ്റ എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് ഡേറ്റ സയൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡേറ്റ മൈനിങ് അതിനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഈ റിസർച്ച് ആൻഡ് ഡേറ്റ മൈനിങ് ഒക്കെ. ഹെൽത്ത് റിസർച്ച് വല്ല എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ ഒരു സ്കിൽ ഈസി അത്രേ ഉള്ളൂ. ഓസ്ട്രേലിയ, കാനഡ എൻ്റെ എല്ലാം സ്കിൽ അസസ്മെന്റ് ആണ്. അപ്പം അവിടെ റിക്വയർമെന്റ് എന്താണെന്ന് അതാത് സമയത്ത് ഈ അക്കാഡമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോട് ചോദിച്ചാൽ അതനുസരിച്ച് നമ്മളിവിടെ ഒരു കോഴ്സ് ചെയ്യുക, ജമ്പ് ഔട്ട് ആൻഡ് ഗോ ഫോർ ദിസ്. അപ്പൊ അതായിരിക്കും അതിന്റെ ഒരു നല്ല ഓപ്ഷൻ. ആക്ച്വലി നമുക്ക് ഇപ്പൊ പറഞ്ഞ ഓപ്ഷൻ എനിക്ക് മനസ്സിലായി. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആൻഡ് ഡെന്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ ADC ഇല്ലാതെ നിങ്ങൾക്ക് ഡെന്റിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരുന്നില്ല. Yeah, okay. I don't mind taking this ADC exam at one point, but the thing is like if I can get financially stable before at least taking up the second exam, which is basically going to be held in Melbourne, and it requires a lot of armamentarium for paraphernalia for the practicing as well, right? Avada it is more demanding when it comes to the financial aspect. So അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് like അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് PR എടുക്കാം. PR എടുത്തിന് ആ പാത്വേ യൂട്ടിലൈസ് ചെയ്ത് അവിടെ ചെന്നതിന് ശേഷം ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. So you're trying to tell me like with my dental dentist
degree, all those documents, I'll be able to file for the dental hygienist. Is that so? What are you trying to tell me? Actually, you want to provide the reference letter in a way like a dental hygienist. Dental hygienist is totally different from dentist. I understood that, but actually, we record the duties like you are doing the same profession. Like the part of the dentist, you are doing the duties of a dental hygienist. If you're able to We provide are certain usually. documents, we can. Yeah. Yeah, Then you usually, can move forward with that. like, I don't know how much possible it is to get a letter like that. I Actually, mean, there's a 60% actually we can provide a post outcome letter, because post outcome will become like must be provided by a Vetasis authority. So we are not able to provide you assurance on that based on the dental hygienist. But if you want to move to Australia in certain way, we can help you for that. can you just Okay, clear that second Reshmi, part? Yeah, please, sir. അല്ലല്ല പറഞ്ഞു അപർണ പറഞ്ഞു Actually, അപർണ സെക്കൻഡ് പാർട്ട്. ബിബി എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപർണയുടെ ഇതിൽ നിന്ന് ലോഗിൻ ചെയ്താണ്. എനിവേ സർ, ആക്ച്വലി ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തത് കൊണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെയിം പ്രൊഫഷൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണെങ്കിലും ഡെന്റൽ ടെക്നീഷ്യൻ ആണെങ്കിലും ഡെന്റിസ്റ്റ് ആണെങ്കിലും ADC അണ്ടറിലാണ് നമ്മൾ പ്രാക്ടീസിന് ലൈസൻസ് എടുക്കേണ്ടത്. പിന്നെ ഒരു Definitely, yeah. പാത്ത് വേ എന്നുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് മാത്രമാണ്. ലൈക്ക് അവിടെ ചെല്ലുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. Exactly. അങ്ങനെ ഒരു pathway ഉണ്ടെങ്കിൽ I'll be glad to explore that, because ബട്ട് ആക്ച്വലി അതിനകത്ത് നമുക്ക് അഷുറൻസ് പറയാൻ പറ്റില്ല. ഇപ്പൊ ADC ഉള്ള ഒരു ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെന്റിസ്റ്റ് 491 വിസ ഓപ്ഷൻസ് ആണുള്ളത്, റീജിയണൽ വിസ ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. നമുക്ക് അവിടെ കയറിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് 100% അഷുറൻസ് തരാൻ പറ്റും. കാരണം വളരെ കുറച്ച് കോമ്പറ്റീഷനേ ഉള്ളൂ ഈ ഡെന്റിസ്റ്റിന്റെ ഒരു ഒക്യുപ്പേഷനിനകത്ത് വരുന്നത്. 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റീജിയണൽ ഏരിയയിൽ 100% ജോബ് കിട്ടും, അല്ലെങ്കിൽ PR കിട്ടും. ഓക്കെ ഫൈൻ. പക്ഷെ നിങ്ങൾ ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്നുള്ളത് എടുക്കുമ്പോൾ ഡെന്റൽ ഹൈജീനിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ ടെക്നീഷ്യൻ, നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആയിട്ട് ഡെന്റൽ ടെക്നീഷ്യൻസ് കാണും, നിങ്ങളുടെ ലൈക് ടൂൾസ് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലെ. അതേസമയം അവർ അപ്ലൈ ചെയ്തു. ഇപ്പൊ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും അതോറിറ്റിക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ഡോക്യുമെന്റ്സ് ആണെന്നുള്ളത്. BDS എടുത്ത ഒരാൾ എന്തുകൊണ്ട് ഡെന്റൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 2 lakhs എക്സ്പെൻസ് നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യേണ്ടി വരും. വെറ്റാസസിന്റെ അതോറിറ്റി ഫീസ് ഉണ്ട്, നമ്മുടെ ഏജൻസി ഫീസ് എല്ലാം ഉണ്ട്. ആ സമയം നിങ്ങൾ നിങ്ങളുടെ പഠിക്കുക, എഫേർട്ട് എടുക്കുക എങ്കിൽ റിട്ടേൺ എക്സാമിനേഷനും പ്രാക്ടിക്കൽ എക്സാമിനേഷനും ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് 100% അഷുറൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ADC സംബന്ധിച്ച്. നമ്മളിപ്പോ വേറൊരു GCC കൺട്രി പോലെ അല്ല ഓസ്ട്രേലിയ. നമുക്കൊരു ബാൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ UK കാനഡ പോലെ ഫിൽ ആകാനും പോകുന്നില്ല ഓസ്ട്രേലിയയിലേക്ക്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ADC ക്ലിയർ ചെയ്യുക പ്രോപ്പർലി. അപ്പൊ നിങ്ങൾക്ക് ഒരു അഷുറൻസ് ഉണ്ട്, PR-ന്റെ കാര്യത്തിൽ അഷുറൻസ് ഉണ്ട്, ജോബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അഷുറൻസ് ഉണ്ട് അവിടെ. ഓക്കെ. ഇപ്പൊ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഡെന്റൽ ടെക്നീഷ്യൻസ് ഇപ്പൊ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലോ ഫേം ആണ്, ഓൾസോ ലോയർ. അപ്പൊ നമുക്ക് എല്ലാ ഏജൻസീസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഡെന്റിസ്റ്റ് നിങ്ങൾ ഡെന്റൽ ഹൈജീനിസ്റ്റ് ചെയ്യും. പക്ഷെ എത്ര ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഔട്ട്കം പോസിറ്റീവ് വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പോസിറ്റീവ് ഔട്ട്കം ലെറ്റർ ഫ്രം ഇനീഷ്യൽ അസസ്മെന്റ്. Reshmi, what I'll do is I'll keep there is an admin in this, no? ഈ ഗ്രൂപ്പിൽ ഒരു അഡ്മിൻ ഉണ്ടല്ലോ അല്ലെ, കമ്പനിയുടെ അക്കാഡമിക്ക് ഒരു അഡ്മിൻ ഉണ്ടല്ലോ. ഓക്കെ, അക്കാഡമിയുടെ അഡ്മിൻ എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൻ പറഞ്ഞാൽ മതി. ഐ വിൽ ഷെയർ the details of the student who was cleared. So അത് അവർ രശ്മിക്ക് ഷെയർ ചെയ്യാൻ പറ. സോ യു ക്യാൻ ഹാവ് എ ടോക്ക് ടു എൽദോ. അവരുടെ പേരെന്ന് പറഞ്ഞ് ഞാൻ പിള്ളേരുടെ പേരേ മറന്നുപോയി. നമ്മുടെ 2 പിള്ളേരുടെ പേര് പറഞ്ഞേ. എൽദോ ഉണ്ടോ അവിടെ? ഡോക്ടർ അക്ഷിത, ഡോക്ടർ ആതിര. അഷിതയുടെ ആതിര, അവരുടെ ആരുടെയെങ്കിലും നമ്പർ ഐ വിൽ ഷെയർ വിത്ത് ദിസ് പീപ്പിൾ. എന്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ മതി. സോ രശ്മി, ഈ കുറച്ച് കാര്യങ്ങൾ രശ്മിക്ക് കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് ഹിം, ബിക്കോസ് അവരാണല്ലോ, അവർ ക്ലിയർ ചെയ്താണ്. പറഞ്ഞാൽ മതി, ഇങ്ങനെ ജേക്കബ് പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. Okay. Sir, is there any possibility like I can connect with you later, like sir to contact you can ask. എന്റെ നമ്പർ ഒന്ന് കൊടുത്തേക്കാവോ അപർണ? സുബിൻ അറിയാം. ബിബി, സോറി, ഈ പേര് ഇവിടെ നമ്പർ ഒന്ന് കൊടുത്തേക്കാം. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മോർ ദാൻ 1 hour ആകുന്നു. ആൻഡ് PR-നെ കുറിച്ചോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ PR നമുക്ക് ഡോക്ടർ എൽദോയെ കൂടി ഒന്ന് ഇന്ററാക്ട് ചെയ്തേക്കാം. സാറിന് സംസാരിക്കുന്നതിനോട് കൂടി നമുക്കത് കേൾക്കാമേ. എന്റെ പേര് ഡോക്ടർ എൽദോ. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം ജേക്കബ് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും കോച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോച്ചിങ് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് സാർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈമിൽ തന്നെ സാർ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഓസ്ട്രേലിയൻ ADC അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഏത് എക്സാംസ് നമ്മൾ എടുത്താലും എല്ലാം പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം അതുകൊണ്ടുള്ള മെയിൻ ഈ ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന മിക്ക എക്സാംസും ഇൻക്ലൂഡിങ് ദ NEET MDS എക്സാം,
ഇൻക്ലൂഡിങ് ദ UPSC എക്സാംസ്, ദ PSC ഡെന്റൽ എക്സാംസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്കീമിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പൊ ഈ നീറ്റ് കറന്റ് വന്നിരിക്കുന്ന നീറ്റ് MDSന്റെ ആയാലും കറന്റ് നടന്ന PSC ഡെന്റലിന്റെ എക്സാംസ് ആണെങ്കിൽ എല്ലാം ഈ ഒരു ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിലിന്റെ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആ ഒരു ലൈസൻസിങ് എക്സാംസിന്റെ അതേ പാറ്റേണിലാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഗുണം നമുക്ക് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു കോച്ചിങ് നമ്മൾ ചെയ്തത് കൊണ്ടോ അങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തതുകൊണ്ടോ ഇനി വരുന്ന എക്സാംസ് എല്ലാം ഈ ഒരു രീതിക്ക് തന്നെ നടക്കാൻ പോകുന്നത്. കാരണം അതിനാണ് കൂടുതൽ വാലിഡിറ്റി എന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഡിസോൾവ് ചെയ്തതിന് ശേഷം ഇപ്പം നാഷണൽ ഡെന്റൽ കമ്മീഷൻ വന്നേക്കുന്നതും അവർ പറയുന്ന ആ ഒരു ബൈലോ അനുസരിച്ചും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനോ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജിനോ ഇപ്പൊ ഈ OSCE പോലുള്ള ആ ഒരു ടേംസിനാണ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഒരു ബഞ്ച് ഓഫ് എക്സാംസിലേക്ക് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോച്ചിങ് നിങ്ങളെ സഹായിക്കും. അപ്പൊ ഈ കോച്ചിങ്ങിന് മുന്നേ നമുക്ക് വേണ്ടുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്കാഡി ഇന്റർനാഷണൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അക്കാഡി ആയിട്ട് ഡീൽ ചെയ്യുക. കോച്ചിങ് രീതിക്ക് നമ്മൾ നെക്സ്റ്റ് അക്കാഡമി ആയിട്ടും നമുക്ക് മെർജ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ എനിക്ക് തോന്നുന്ന 2-3 ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരു ഡൗട്ട് ആക്ച്വലി ഇനീഷ്യൽ അസസ്മെന്റിനെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. ആക്ച്വലി ഇനീഷ്യൽ അസസ്മെന്റ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ അസസ്മെന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ അസസ്മെന്റ് നമ്മൾ ഗവൺമെന്റ് ADC എന്ന് പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്യുമെന്റ്സ് പേഴ്സണൽ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. പ്ലസ് ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവ് ഔട്ട്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല സെൽഫ് ആയതുകൊണ്ട്. അത് റീ അസസ്മെന്റോ റീ അപ്പീലോ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി ഒരാൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി ത്രൂ അല്ലെങ്കിൽ മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജന്റ് ത്രൂ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ അസസ്മെന്റ് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സപ്പോസ് നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, എല്ലാം ചെയ്തതിന് ശേഷം എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഔട്ട്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള ഓപ്ഷൻസ് വരത്തില്ല കേട്ടോ. പിന്നെ ഇതിന് ഡോക്യുമെന്റേഷൻ ഓൾസോ സബ്മിഷൻ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്പീഡിൽ ഔട്ട്കംസ് വരത്തുള്ളൂ. ഓക്കെ. അതേപോലെ ഈസ് ദർ എനി ചാൻസ് വർക്ക് ആസ് എ ഡെന്റൽ അസിസ്റ്റന്റ് വിത്തൗട്ട് ലൈസൻസിങ് എക്സാമിനേഷൻ എന്ന് കണ്ടിരുന്നു. ലൈസൻസിങ് എക്സാമിനേഷൻ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പേര് പറഞ്ഞ പോലെ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഓർ ഡെന്റൽ ഈ പറഞ്ഞ ടെക്നീഷ്യൻസ് ആണ് വരുന്നത്. അതിനും ADC തന്നെ ക്ലിയർ ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് BDS ഉള്ളവർ അങ്ങനെ എടുക്കാവുന്നത് പാടായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണെങ്കിൽ അത് ഡോക്ടർ എൽദോ തന്നെ ഒന്ന് ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പ്രാക്ടിക്കൽ സപ്പോർട്ടിന്റെ പ്രാക്ടിക്കൽ സപ്പോർട്ട് അറ്റ് ബിഗിനിങ് നമ്മളിപ്പോ കൊടുക്കുന്നില്ല. നമ്മളിപ്പോ ഫുള്ളി തിയറി ആസ്പെക്ട്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം തിയറി നമ്മൾ ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള സെറ്റപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കേരളത്തിൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു സെന്റർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനീഷ്യലി നമ്മളൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പാസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ഈ ഒരു അക്കാഡമി ഫോക്കസ് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുത്ത് ആ ഒരു എക്സാം ക്ലിയർ ആയതിനു ശേഷം ഈ ഒരു പാറ്റേൺ ക്ലിയർ ചെയ്ത ആ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിലവിൽ കേരളത്തിൽ സെന്റേഴ്സ് ഒന്നുമില്ല. പ്രാക്ടിക്കൽ സിമുലേഷൻ ഏറ്റവും മെയിൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ ജഗ് സാർ പറഞ്ഞ പോലെ തന്നെ ചട്ടിക്കെട്ടിലാണ് അതിന് മെയിൻ ആയിട്ടുള്ള സെന്റർ ഉള്ളത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആ ഒരു മാൻകിൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ടൈഫോഡോണ്ട് പോലത്തെ ഉള്ള സെറ്റപ്പ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓവറോൾ എക്സ്പെൻസ് ചോദിക്കുന്നുണ്ട്. സുബിൻ സാർ അതിന്റെ
എക്സ്പെൻസ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓക്കെ, അതായത് അക്കാഡി ഇന്റർനാഷണലിലെ സ്റ്റാഫിനെ ബന്ധപ്പെട്ടാൽ മതി, അവരത് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 9 o'clock അങ്ങനെയൊക്കെ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താം. കാരണം ഇപ്പോൾ 9 o'clock നമുക്ക് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്താണ് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ അടുത്ത പ്രോഗ്രാം റൺ ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഡോക്ടർ എൽദോ നമുക്കൊരു വൈൻഡ് അപ്പിലേക്ക് എത്താം. ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ സാർ. നമ്മളിപ്പം സാർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജേക്കബ് സാർ പറഞ്ഞിട്ടുണ്ട് അക്കാഡി ഇന്റർനാഷണലിലെ റെപ്രസെന്റേറ്റീവ്സും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു സംശയം കൂടി പറഞ്ഞേക്കാം. ADC എക്സാം ഫോക്കസ്ഡ് ആണോ? ADC എക്സാം ഫോക്കസ്ഡ് ആണ്, അത് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ അത് ഓറിയന്റഡ് ചെയ്താൽ മതി, നമുക്ക് ബാക്കിയുള്ള എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യും. കാരണം ആ പാറ്റേണിലേക്ക് എല്ലാ എക്സാംസും വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ADC ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഫുള്ളി ഈ സെഷൻ കൊണ്ടുപോകുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇപ്പൊ ഫീ റിലേറ്റഡ്, എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അക്കാഡി ഇന്റർനാഷണലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം തന്നെ കോച്ചിങ് രീതിക്കുള്ള ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അക്കാഡമി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഹലോ. സോ നമുക്കിപ്പം ഓൾറെഡി ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫെർദർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടന്റുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഫെർദർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു ഫോർ എവരിവൺ. ബൈ.